പിന്നെ ജീവിതത്തിലെ രസം. ഞാൻ ചിലപ്പം പറയാറുണ്ട്, ആലോചിക്കാറുണ്ട്, പിന്നെ ജീവിതത്തിലെ രസം ശരിക്കും അനുഭവിക്കാൻ പറ്റുക, ശരിയാണെന്ന് അറിയട്ടോ, നിങ്ങളെ ലോജിക്കിന് പറ്റുമെങ്കിൽ എടുത്താൽ മതി. ഞാൻ അപ്പോളജി സ്വരത്തിലാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ രസം ശരിക്കും കിട്ടണമെങ്കിൽ ഈ ദുനിയാവിന്റെ ധാരാളിത്തം ഇല്ലാതിരിക്കണം എന്നുള്ളതാണ്. വേറൊരു തരത്തില് അതിനെ ന്യായീകരിക്കുകയാണെങ്കിൽ, ഇപ്പൊ നമ്മൾ കുടിക്കുന്ന വെള്ളത്തിന് ഭയങ്കര രസം ഉണ്ടാവില്ല എപ്പോഴാ? നല്ല വിശപ്പ് ഉണ്ടാവുമ്പോ. തമാശ പറയാറുണ്ട്, ഒന്നത്ര സ്കൂളില് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്താന്ന് കുട്ടികളോട് ചോദ്യം. അപ്പൊ പലരും, ചിലര് പിന്നെ ഇറച്ചും പത്തിരിയാണ്, പഴയ കാലമായതുകൊണ്ട് അതൊക്കെ ഉണ്ടാവുള്ളൂ. ഇറച്ചും പൂളിയാണ്, ഇറച്ചും പത്തിരിയാണ്, ചോറും പുളിഞ്ചാറുമാണ്, അല്ലെ പല മറുപടി. ഒരു കുട്ടി പറഞ്ഞു ഇത്രേ, സാറേ ഏറ്റവും രസകരമായ ഭക്ഷണം ഏറ്റവും കൂടുതൽ വിശപ്പുള്ള സമയത്ത് കിട്ടുന്ന ഭക്ഷണം. നല്ല വിശന്ന, നന്നായി ദാഹിച്ചാൽ, നന്നായി മനുഷ്യൻ മുഹ്താജായാൽ അപ്പൊ കിട്ടുന്നതാണ്. അപ്പൊ ഈ ദുനിയാവിന്റെ രസം കിടക്കുന്നത് അതിമലാണ്. ഇബ്രാഹിം അദ്ഹം എന്ന് പറയുന്ന ഒരു മഹാനായ മനുഷ്യൻ ഉണ്ടായത് തന്നെ ഈ ചിന്തയിൽ നിന്നാണ്. ഉച്ചക്ക് സമൃദ്ധമായ ഭക്ഷണമൊക്കെ കഴിച്ച് പുറത്തു നോക്കിയപ്പോ ഒരു ഭിക്ഷകൻ, ഇങ്ങോട്ട് കൊട്ടാരത്തേക്കൊന്നും വരാനൊന്നും പറ്റൂലല്ലോ. ഇവിടുന്ന് കഴിച്ചതിന്റെ ബാക്കി ഉച്ചിഷ്ടം കൊണ്ടിട്ടത് ഒഴിവാക്കിയത് അയാൾ കഴിച്ചു. ഉറങ്ങിയിട്ട് എഴുന്നേറ്റപ്പോ ഈ ഭിക്ഷകനെ മൂപ്പര് വിളിച്ചു വിളിച്ചിട്ട് ചോദിച്ചു, ഭക്ഷണം കഴിച്ചോന്ന് ചോദിച്ചു. ഓ കഴിച്ചു. വിശപ്പ് മാറി. വെള്ളം കുടിച്ചു. ദാഹം മാറി. പിന്നെ ഉച്ചമയക്കെന്നറിയില്ലോ, ചെറിയൊരു ഉറക്കം. ഉറങ്ങി. വിശ്രമിച്ചു. കഴിഞ്ഞ് ജീവിതം തന്നെ മാറി. അപ്പൊ മൂപ്പരോട് ചോദിക്കുകയാണ്, ഇപ്പൊ ഞാനും അയാളും തമ്മിലുണ്ടാ മാറ്റം? ഞാൻ ഈ പ്രദേശത്തിന്റെ രാജാവ്, അയാള് ഭിക്ഷകൻ. അയാൾ ഞാൻ ഇവിടെ അങ്ങനെ കൊട്ടാരത്തിന്റെ ഉള്ളില് മഹാസൗകര്യത്തില് പലജാതി കട്ടില്. പക്ഷെ രാജാവ് ഉറങ്ങി. മറ്റാള് കൊട്ടാരത്തിന്റെ കെട്ടിടാവുമ്പോ അതിനൊരു തണലുണ്ടാവില്ല, തണലത്ത് കിടന്നുറങ്ങി. മൂപ്പര് കഴിച്ചതിന്റെ ഉച്ചിഷ്ടം മറ്റാള് കഴിച്ച്, വെള്ളം കുടിച്ച്, രണ്ടാളും ഉറങ്ങി. ഒക്കെ സമപിന്നു. അപ്പൊ ഞാൻ രാജാവായിട്ട് ഇങ്ങനെ ടെൻഷൻ അടിച്ച് നടക്കണം. പിന്നെന്താ ഈ ടെൻഷൻ കൊണ്ട് കാര്യം? രാജ്യവും രാജ്യഭരണത്തിന്റെ ഭാരവും. അങ്ങനെയാണ് മൂപ്പര് ഇറങ്ങുന്നത്. ഇർഷാദുൽ യാഫിയൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ ഒന്നിങ്ങനെ ഇടക്കൊന്ന് വായിച്ചു നോക്കുന്നത് കണ്ടതാ. നല്ല രസമുണ്ടാവും ഓരോ വർത്താനങ്ങൾ.